ഹായ് ഗായ്സ്, വെൽക്കം ടു അൽബേനിയ. അപ്പോൾ എൻ്റെ അൽബേനിയൻ ടൂറിൻ്റെ ഡേ 4 ആണെന്ന് കാണിക്കണേ കേട്ടോ. കുറച്ച് വൈകി ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യാനായിട്ട് ഇത്തിരി സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തിരി ഭേദമായി ഇപ്പോൾ, അതുകൊണ്ടാണ് വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ നമ്മൾ 4ാമത്തെ ദിവസം അൽബേനിയയിൽ പോയ സ്ഥലമാണിത്. നല്ല റോഡല്ലേ ഇത്. ഇങ്ങനത്തെ റോഡിലൊക്കെ ഞാനായിട്ട് ഓടിച്ചത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു വണ്ടിക്ക് മാത്രം പോകുന്ന റോഡുകളായപ്പോൾ പിന്നെ ഹസ്ബൻഡിന് കൈമാറി. പിന്നെ ഒന്നും എനിക്ക് ഓടിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഒരു വണ്ടിക്ക് പോകാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നെ മലകയറ്റാണ്. ഒരുപാട് ദൂരെ ഈ മലയിൽ കൂടെ പോകുമ്പോൾ നമ്മൾ സൈഡിൽ ഇങ്ങനെ വണ്ടികൾക്ക് സൈഡ് കൊടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സൈഡിലൊക്കെ കൊക്കയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് അങ്ങനത്തെ റോഡിൽ കൂടെയൊക്കെ ഓടിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഈ മലയിലേക്ക് കയറി പോകുന്നത് കണ്ടാൽ തന്നെ അറിയാലോ, ഏതോ ഒരു മൗണ്ടനിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന്. അതെ, നമ്മളൊരു നല്ല ഭംഗിയുള്ള ഒരുപാട് മൗണ്ടെയ്ൻസ് ഉള്ള അൽബേനിയൻ ആൽപ്സ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. തെത്ത് എന്ന് പറഞ്ഞ ഒരു ചെറിയ വില്ലേജ്, അവിടേക്കാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചുറ്റും നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് നമ്മളുടെ യാത്ര ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരം ഞങ്ങൾ പോകുന്ന വഴികളൊക്കെ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചത്. നല്ല രസമായിരുന്നു പോകുന്ന യാത്ര. പക്ഷേ പോകുന്ന വഴിയിലൊക്കെ അവിടെയും കന്നുകാലികൾ ഉണ്ടായിരുന്നു കേട്ടോ. കഴുതകളും കുതിരകളും ഒക്കെ വഴി കൂടെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു പറ്റം ചെമ്മരിയാടുകളും ഉണ്ടായിരുന്നു ഇടയിൽ വെച്ച്. അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്തെത്തി. അവിടെ ഒരു ബാൽക്കണി വ്യൂ പോലെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിർത്തി നമ്മൾ കുറേ നേരം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ അത്. അവിടെ പ്രത്യേകിച്ച് കടകളോ ഒന്നുമില്ല. ഇങ്ങനെ പോകുന്ന മൗണ്ടനിലേക്ക് കയറി പോകുന്ന വഴിയിൽ ഒരു ബാൽക്കണി വ്യൂ പോലെ ഉണ്ടാക്കി വെച്ചേക്കാണ്. സഞ്ചാരികൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലം പോലെയാണ് തോന്നിയത് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ നിർത്തി കുറച്ച് നേരമൊക്കെ അവിടെ നമ്മൾ ചായയും ബിസ്ക്കറ്റൊക്കെ നമ്മൾ എപ്പോഴും കരുതും. കുട്ടികളൊക്കെ കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ചായയും ബിസ്ക്കറ്റും സ്നാക്സൊക്കെ കരുതും. അപ്പോൾ അവിടെ നിർത്തി കുറച്ച് നേരം നമ്മളതൊക്കെ കഴിച്ച് പിന്നെ യാത്ര തുടരുകയായിരുന്നു. എന്നിട്ട് നമ്മൾ സ്റ്റോപ്പ് ഓവർ ചെയ്ത ഒരു സ്ഥലമാണിത്. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ ആ ഹോട്ടലിലാണ് നമ്മൾ നിർത്തിയത് കേട്ടോ. ആ ഹോട്ടലിൻ്റെ പേര് കഫേ തോറെ എന്നാണ്. അപ്പം ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് നല്ല ഒരു സ്ഥലമാണ്. എന്താ വെച്ചാൽ നല്ല ഒരു ആംബിയൻസ് ആണ് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തന്നെ. ചുറ്റും മലകളല്ലേ, അപ്പം നല്ല ഭംഗിയാണ് അവിടെ. മാത്രമല്ല അവിടെ ചെറിയ ബാൽക്കണി പോലെയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പുറത്ത് പോയിരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. അവിടെ കാറ്റും കൊണ്ട് ഇരിക്കാൻ തന്നെ ഒരു വല്ലാത്ത ഫീലാണ്. അപ്പം കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് നമ്മൾ ക്ഷീണമൊക്കെ തീർത്ത് നമ്മൾ പിന്നെയും യാത്ര തുടരുമായിരുന്നു. നമ്മൾ നിൽക്കുന്ന ഹോട്ടലിൽ നിന്ന് ഈ കഫേ തോറയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 2.5 മണിക്കൂറാണ്. അപ്പോൾ ഈ 2.5 മണിക്കൂർ ഡ്രൈവ് ചെയ്തതിൻ്റെ ക്ഷീണം മാറ്റാനായിട്ട് നമ്മൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ടാണ് പിന്നീടുള്ള യാത്രകൾ തുടർന്നത് കേട്ടോ. അപ്പം ഇതായിരുന്നു അൽബേനിയയിലെ നമ്മുടെ 4ാമത്തെ ദിവസത്തെ നമ്മുടെ യാത്രയുടെ തുടക്കം തന്നെ അടിപൊളിയായിരുന്നു. അപ്പം കഫേ തോറയിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും വണ്ടിയിൽ ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല ഭംഗിയുള്ള സ്ഥലത്ത് കൂടിയാണ് പോകുന്നത്. പോകുന്ന വഴിയിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഈ പാറയുടെ ഇടുക്കിൽ കൂടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു അരുവികൾ പോലെ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഇങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നു. അപ്പം നല്ല ഭംഗിയുള്ള കാഴ്ചയായിരുന്നു. ഇത്രയും ചൂടുള്ള സമയത്തും ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ടെങ്കിൽ അപ്പം തണുപ്പുള്ള സമയത്ത് അല്ലെങ്കിൽ ഒരു മഴ പെയ്യുന്ന സമയത്തൊക്കെ അതുകൂടെ എങ്ങനെയാണ് ആൾക്കാർ യാത്ര ചെയ്യുന്നതെന്ന് അറിയില്ല. അത്രയും ഫോഴ്സിലായിരിക്കുമല്ലോ അവിടെയൊക്കെ വെള്ളം വരുന്നത്. അപ്പോൾ എത്രമാത്രം സേഫ്റ്റി ഉണ്ട് ആ റോഡിൽ കൂടെ എന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ ഒരു സിപ്പ് ലൈൻ കണ്ടു. അപ്പോൾ നമ്മൾ അതിലും കയറിയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു 10-15 മിനിറ്റ് ഉണ്ട് ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് സിപ്പ് ലൈൻ എത്താനായിട്ട്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഞാനൊക്കെ മരത്തിലൊക്കെ കാലിടിച്ചുകൊണ്ടാണ് പോകുന്നുണ്ടായിരുന്നത്. എന്താ വെച്ചാൽ വെയിറ്റ് കൂടുന്തോറും അവിടെ മരത്തിലൊക്കെ ഇടിച്ചിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. പക്ഷേ മോനൊക്കെ ഭയങ്കര കൂളായിട്ടാണ് വന്നത്. അപ്പോൾ എനിക്ക് ഇത്തിരി സ്കെയറി ആയിരുന്നു. പക്ഷേ പോകുന്ന വഴിക്ക് നമ്മൾ കൈ ശരിക്കും പിടിച്ചില്ലെങ്കിൽ നമ്മൾ ആ സിപ്പ് ലൈനിൽ നിന്ന് കറങ്ങും. അങ്ങനെ മരത്തിലൊക്കെ ഇടിച്ച് കറങ്ങിയാണ് ഞാൻ എത്തിയത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സിപ്പ് ലൈൻ നേരെ ചൊവ്വേ പിടിച്ചിട്ടുണ്ടെങ്കിൽ കറങ്ങുന്നില്ല കേട്ടോ. അത് അതിൻ്റെ ഇടയിൽ കൂടെ സാഹസികമായി നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് ഹാൻഡി ക്യാം പിടിച്ച് ശ്രമിക്കുമ്പോഴാണ് ഈ കിടന്ന് കറങ്ങുന്നത്. അപ്പോൾ ആ സാഹസത്തിന് മുതിരാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, സേഫായിട്ട് എത്തും. നല്ല തണുപ്പാണ് ഈ സിപ്പ് ലൈനിൽ ഇങ്ങനെ പോകുമ്പോൾ. എന്താ വെച്ചാൽ നല്ല കാറ്റുണ്ടല്ലോ, അപ്പം നല്ല തണുപ്പാണ്. അപ്പം നല്ല ജാക്കറ്റൊക്കെ ഇട്ടിട്ട് വേണം സിപ്പ് ലൈനിൽ പോകാനായിട്ട്, അല്ലെങ്കിൽ തണുത്ത് വിറച്ച് വരും നമ്മൾ താഴെ എത്തുമ്പോഴത്തേനും. എനിവേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അവിടെ താഴേക്കൂടെ ഒരു കുഞ്ഞ് അരുവിയൊക്കെ ഒഴുകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് ബ്ലൂ ഐ ഓഫ് തെത്ത് കാണാനാണ്.
അവിടുന്ന് കുറച്ച് ദൂരം നടക്കണം എന്നുള്ള ഇൻഫർമേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എത്ര ദൂരം നടക്കണം, എങ്ങനെ നടക്കണം എന്നൊന്നും എവിടെയും ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നില്ല. കണ്ടു പോകുന്ന വഴിക്ക് നമ്മൾ കണ്ട ഒരു വെള്ളച്ചാട്ടമാണ്, നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടമാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ അവിടുത്തെ ഡ്രൈവിങ്. നല്ല അഡ്വെഞ്ചറസ് ആണ്. പോകുന്ന വഴിയിൽ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് പോവാം. നമ്മൾ പ്രതീക്ഷിച്ചതിലും ഒരുപാട് അഡ്വെഞ്ചറസ് ആയിരുന്നു നമ്മളുടെ റൈഡ്. എന്താ വെച്ചാൽ ഒരു സൈഡിൽ മുഴുവൻ കൊക്കയാണ്, ഭയങ്കര താഴ്ചയിലുള്ള കൊക്ക പോലത്തെ സ്ഥലമാണ്. പിന്നെ ഒരു സൈഡിൽ ഫുള്ള് ഇങ്ങനെ പാറയിടുക്കിൽ കൂടെയാണ് നമ്മളുടെ യാത്ര. അപ്പം ഒരു വണ്ടി കടന്നു പോകാനുള്ള കഷ്ടിച്ചുള്ള സ്ഥലമേ ഉള്ളൂ ആ റോഡിന്. അപ്പോൾ വേറൊരു വണ്ടി എതിരെ വരുവാണെങ്കിൽ നമ്മളൊരു സൈഡ് ചേർത്ത് കൊടുക്കണം, എന്നിട്ട് ആ വണ്ടി പാസ് ചെയ്തിട്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനത്തെ റോഡുകളാണ്. ഭയങ്കര അഡ്വെഞ്ചറസ് ആയിരുന്നു. അങ്ങനെ നമ്മളുടെ സാഹസിക യാത്ര ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ യാത്ര. കുറേ ദൂരം ഇങ്ങനെ പോയി അവസാനം നമ്മളവിടെ എത്തിച്ചേരുമായിരുന്നു. സൈഡിലൊക്കെ ഇങ്ങനെ പോകുന്ന വഴിയിലൊക്കെ നമുക്ക് കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആസ്വദിച്ചാണ് നമ്മൾ പോയത് കേട്ടോ. അങ്ങനെ നമ്മൾ എത്തിച്ചേർന്നത് കുറേ മലകൾ ചേർന്ന് ഒരു വാലിയിലായിരുന്നു. ആ വാലിയിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ നടക്കാനുണ്ട് ബ്ലൂ ഐലിലേക്ക്. അവിടെ പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ. അവിടെ ഒരുപാട് വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ചെറിയ ഓഫ് റോഡ് പോലത്തെ ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് നടക്കണം. കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് 1.5 മണിക്കൂർ നടക്കാനുണ്ട് ബ്ലൂ ഐ ഓഫ് തെത്തിലേക്ക്. തിരിച്ചും അതുപോലെ 1.5 മണിക്കൂർ നടക്കാനുണ്ട്. ഞങ്ങളുടെ മോൻ എന്തായാലും നടക്കില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ള കാരണം കൊണ്ട് ആ സാഹസത്തിന് നമ്മൾ മുതിർന്നില്ല. അപ്പം നമ്മൾ വിചാരിച്ചു ശരി, ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, അപ്പം നമുക്ക് ഇവിടുത്തെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് നമുക്ക് തിരിച്ചു പോകാമെന്ന്. അങ്ങനെ ഞങ്ങളവിടെ ചുറ്റിക്കറങ്ങി നടന്നപ്പോൾ അതാ നല്ല ഭംഗിയുള്ളൊരു പുഴയാണ് അടുത്തുള്ളത്. പുഴയെന്നോ ലേക്കെന്നോ എന്ത് വേണമെങ്കിൽ വിളിക്കാം. നല്ല ഭംഗിയായിരുന്നു കേട്ടോ ചുറ്റുപാടും കാണാനായിട്ട്. ചുറ്റും മലകളല്ലേ, ആ മലയുടെ വാലിയിൽ കൂടെയാണ് ഈ ചെറിയ അരുവി ഒഴുകുന്നത്. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. നല്ല വൈറ്റ് കളറിലുള്ള പാറകളുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വെള്ളം വരുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. മാത്രമല്ല നല്ല ക്ലിയർ വാട്ടറാണ്, നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളത്തിന്. ഞങ്ങളുടെ കുഞ്ഞു വെച്ച് പിന്നെ തവളക്കുഞ്ഞായ കാരണം കൊണ്ട് എവിടെ വെള്ളം കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ അവിടെ ഇറങ്ങണം. അതിപ്പോൾ തണുപ്പുണ്ടോ ചൂടുണ്ടോ അതൊന്നും ഒരാൾക്ക് ഒരു പ്രശ്നമേ അല്ല. അവൻ അവിടെയും വെള്ളത്തിൽ ഇറങ്ങി കളിച്ചു, കുറേ നേരം കളിച്ചു കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് കുറേ സമയം ഉണ്ടായിരുന്നു. നമ്മൾ 1-2 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഏതായാലും ബ്ലൂ ഐ ഓഫ് തെത്തിലേക്ക് നമ്മൾ നടക്കുന്നില്ല, അപ്പോൾ ബാക്കിയുള്ള സമയം ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യാൻ വെച്ചിട്ട് അവിടെ തന്നെ നിൽക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ നേരം നമ്മൾ വെള്ളത്തിലൊക്കെ കളിച്ചു. എനിക്ക് നല്ല തണുപ്പായിരുന്നു വെള്ളത്തിൽ. ഞാൻ കുറച്ച് നേരമൊക്കെ വെള്ളത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എന്നല്ലാണ്ട് നല്ല തണുപ്പായിരുന്നു കേട്ടോ. അവിടെ ചെറിയൊരു റെസ്റ്റോറൻറ്റ് പോലത്തെ ഒരു സംഭവം ഉണ്ടെന്നല്ലാണ്ട് അവിടെ വേറെ ഭക്ഷണത്തിനുള്ള ഫെസിലിറ്റീസ് ഒന്നും നമ്മൾ കണ്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഏതായാലും നമ്മൾ വരുന്ന വഴിക്ക് കഫേ തോറയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല ഫെസിലിറ്റീസ് ഉണ്ട് അവിടെ ഭക്ഷണത്തിന്, നല്ല ആംബിയൻസും ആണ്. അപ്പോൾ അവിടെ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വെച്ചിട്ട് നമ്മൾ തിരിച്ച് കഫേ തോറയിലേക്ക് പോകാൻ തീരുമാനിച്ചു. എന്താ വെച്ചാൽ ബ്ലൂ ഐ ഓഫ് തെത്തിനെ കുറിച്ച് വലിയ കാര്യമായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് നമുക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എവിടെ നിന്ന് എങ്ങനെ നടക്കണം, റൂട്ട് മാപ്പോ അല്ലെങ്കിൽ അതിൻ്റെ വേറെ ഗൈഡൻസോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് നോക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ പോയത്. നമ്മൾ മുന്നത്തെ ദിവസം സെറാൻഡയിലുള്ള ബ്ലൂ ഐലിലേക്ക് പോയപ്പം അവിടെ ബൈക്സും ക്വാഡ് ബൈക്സൊക്കെ ഹയർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെയും അതുപോലെ എന്തെങ്കിലും ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അവിടേക്ക് പോയത്. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് നടന്ന് തന്നെ കയറാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ 1.5 മണിക്കൂറൊന്നും എന്തായാലും നമുക്ക് നടന്ന് പോകാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ അതിനുള്ള സാഹസത്തിന് മുതിർന്നില്ല. അടുത്ത് നമ്മൾ പോയത് നമ്മൾ പാറയിടുക്കിൽ കൂടെ ഒരു വെള്ളച്ചാട്ടം കണ്ടായിരുന്നു. ആ വെള്ളച്ചാട്ടത്തിന് അടുത്ത് കാണാനാണ്. കണ്ടാൽ മാത്രം മതിയൊക്കെ നമുക്ക് നല്ല രസമല്ലേ. അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിന് ഒരുപാട് പേരിങ്ങനെ ട്രക്കിംഗ് പോലെ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി പോകുന്നുണ്ടായിരുന്നു. നമ്മൾ ഇന്നത്തെ ദിവസം ഒരു ട്രക്കിങ്ങിന് പ്രിപ്പയർ ചെയ്തിട്ടല്ല വന്നത്. അപ്പം അങ്ങനത്തെ ഒരു ഇതിന് വേണ്ടി വരുവാണെങ്കിലല്ലേ നമുക്ക് അങ്ങനെയൊക്കെ സാഹസികമായി ട്രക്കിങ്ങൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ഈ ട്രക്കിങ്ങൊക്കെ ഈ അറിയാത്ത സ്ഥലങ്ങളിൽ എത്രമാത്രം സേഫ്റ്റി ഉണ്ടെന്ന് നമുക്കറിയില്ല. ഒരു ഗൈഡഡ് ട്രക്കിംഗ് ഒക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല അല്ലേ. അങ്ങനെ ഞങ്ങൾ വീണ്ടും കഫേ തോറിൽ വന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു. ലഞ്ചാണ് അവിടെ നിന്ന് കഴിച്ചത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ചാണെങ്കിലും നല്ല മീലായിരുന്നു, അത്യാവശ്യം അഫോർഡബിൾ ആയിരുന്നു. അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് തിരിക്കുമായിരുന്നു. തിരിച്ച് നമുക്ക് വീണ്ടും 2-2.25 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് വേണം ഹോട്ടലിലേക്ക് എത്താനായിട്ട്. അപ്പോൾ നമ്മൾ ഇത്തിരി നേരത്തെ തിരിച്ചിട്ടുണ്ടെങ്കിലേ നമുക്ക് സമയത്തിന് എത്താൻ പറ്റുള്ളൂ.
അവിടെ 5:30-ക്ക് സൺസെറ്റാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾക്ക് ആ മല ഇറങ്ങണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവിടെ റോഡുകളൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ജേണി ആയിരുന്നു. നമുക്ക് പോകുമ്പോൾ തന്നെ അറിയാമായിരുന്നു ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും തിരിച്ച് വരാനായിട്ട്. അപ്പോൾ ഡേ ലൈറ്റ് പോകുന്നതിന് മുമ്പ് നമ്മൾ തിരിച്ച് ആ മല ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും തിരിച്ച് വരാനായിട്ട്. അങ്ങനെ പ്ലാൻ ചെയ്ത കാരണം കൊണ്ട് തന്നെ നമ്മൾ സേഫായിട്ട് സൺസെറ്റിന് മുന്നേ തിരിച്ച് താഴ്വാരത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സേഫായി ഡ്രൈവ് ചെയ്ത് ഹോട്ടലിലേക്ക് എത്തുമായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഞങ്ങൾ ഡേ 4 കണ്ട കാഴ്ചകൾ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.